നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഇന്ന് വെറും ഒരു വിനോദ ഉപാധിയല്ല. അത് മറ്റൊരാളുടെ ജീവിതം തകർക്കാൻ ശേഷിയുള്ള മാരകമായ ഒരു ആയുധമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ട ദീപക് എന്ന യുവാവിന്റെ മരണം നമ്മെ ആലോചിപ്പിക്കേണ്ടത് ഒരു കാര്യമാണ്. ആരാണ് യഥാർത്ഥത്തിൽ കൊലയാളി? ആ പെൺകുട്ടിയാണോ, അതോ ആ വീഡിയോ കണ്ട് യാതൊരു ചിന്തയുമില്ലാതെ അത് ഷെയർ ചെയ്ത അവനെ വേട്ടയാടിയ നമ്മളടങ്ങുന്ന സമൂഹമാണോ? വെറും കുറച്ച് ഫോളോവേഴ്സിന് കൂട്ടാനും കുറച്ച് ലൈക്കുകൾ വാരിക്കൂട്ടുവാനും വേണ്ടി മറ്റൊരാളുടെ അന്തസ്സിനെ ചവിട്ടി മെതിക്കുന്നത് ഒരു പുരോഗതിയാണോ? ഇതിനെയാണോ നാം ആധുനികത എന്ന് വിളിക്കുന്നത്? വസ്ത്രം ഉരിഞ്ഞു കാണിച്ചും മറ്റുള്ളവരെ പരിഹസിച്ചും പണമുണ്ടാക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കൂട്ടം ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ സംസ്കാരത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? റോസ്റ്റ് വീഡിയോകളും തരം താഴ്ന്ന വിനോദങ്ങളും ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ നമുക്കൊന്ന് അതിലേക്ക് കണ്ണോടിക്കാം. റിയാക്ഷൻ വീഡിയോകളുടെയും ബോഡി ഷെയ്മിങ്ങിലൂടെയും പൊള്ളത്തരം എന്താണ്? ഇന്നത്തെ ഒരു വലിയൊരു പ്രവണതയാണ് മറ്റൊരാളുടെ വീഡിയോയ്ക്ക് താഴെയിരുന്ന് അവരെ അധിക്ഷേപിക്കുക എന്നത്. അതിന് പറയുന്ന പേരാണ് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് എന്നാണ് ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീഡിയോയുടെ താഴെ ഇരുന്നു കൊണ്ട് സ്വന്തമായി ഒന്നും ചെയ്യാനില്ലാത്തവർ മറ്റുള്ളവരെ അറിവിനെയും രൂപത്തെയും പരിഹസിക്കുന്നു. ഇതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ ആയിരക്കണക്കിന് ആളുകൾ അപ്പുറത്തുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സിനെ കൂട്ടാൻ ശരീരം പ്രദർശിപ്പിക്കുന്നതാണ് എളുപ്പ വഴിയെന്ന് മറ്റൊരു വിഭാഗം ചിന്തിക്കുന്നു. അധ്വാനിക്കാതെ പണമുണ്ടാക്കുവാൻ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നവരും അപവാദം പ്രചരിപ്പിക്കുന്നവരും മനുഷ്യന്റെ ചിന്താമണ്ഡലം വികസിപ്പിക്കേണ്ടത് സ്വയം ഉത്തരവാദിത്തമാണ്. അത് മൃഗീയമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് കൂപ്പുകുത്തുകയാണ്. മറ്റൊരാളുടെ കണ്ണിൽ നിന്ന് കിട്ടുന്ന വ്യൂസ് എങ്ങനെയാണ് ഒരാൾക്ക് സന്തോഷം നൽകുന്നത്? ഈ ദീപകിന്റെ സംഭവം മുൻനിർത്തി സോഷ്യൽ മീഡിയ വിചാരണയുടെ അപകടം എന്താണ്? ഈ അപകടം ദീപക് എന്ന യുവാവിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കൂ. ഒരു ബസ്സിൽ യാത്ര ചെയ്തതിന്റെ പേരിൽ ഒരു പെൺകുട്ടി തന്റെ ചാനലിലെ വ്യൂസ് കൂട്ടുവാൻ വേണ്ടി മാത്രം അവനെ ഒരു പീഡകനായി ചിത്രീകരിച്ചു. ഒരു നിമിഷം കൊണ്ട് ആ യുവാവ് കേരളത്തിന് മുന്നിൽ ഒരു കുറ്റവാളിയായി. സത്യം എന്താണെന്ന് ആരും അന്വേഷിച്ചില്ല. കമന്റ് ബോക്സുകളിൽ അവനെ തെറി വിളിച്ചവർ, അവനെ റോഡ് വക്കിലിട്ട് തല്ലാൻ ആഹ്വാനം ചെയ്തവർ, ഇവരൊക്കെയാണ് അവനെ ആ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഇന്ന് ആ പെൺകുട്ടിക്കെതിരെ ജനങ്ങൾ തിരിയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇതാണ്. വാളെടുത്തവൻ വാളാൽ എന്ന പഴഞ്ചൊല്ല് സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ 100% ശരിയാണ്. മറ്റുള്ളവന്റെ മേൽ കുതിര കയറി ഉണ്ടാക്കുന്ന സാമ്രാജ്യങ്ങൾ നിമിഷ നേരം കൊണ്ട് തകരും. പക്ഷേ നഷ്ടപ്പെട്ട ദീപകിന്റെ ജീവൻ ആര് തിരിച്ചു നൽകും? എങ്ങനെ ഈ പ്രവണത തിരുത്താം? വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്തമായി ഇതിനെ കാണേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, നാം മാറേണ്ട വളരെ വളരെ അപകടം പിടിച്ച സമയത്തിലൂടെയാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആ പഴയ രീതി നാം മാറ്റേണ്ട സമയമാണ്. ഒരാളെ ക്രൂശിക്കുന്ന വീഡിയോകൾ കാണുമ്പോൾ അത് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക, ഇത് നിങ്ങളോ നിങ്ങളുടെ സഹോദരനോ ആയിരുന്നെങ്കിൽ എന്ന്. നമ്മുടെ യുവതലമുറയോട് പറയാനുള്ളത്, ശരീരം കാണിച്ചോ മറ്റുള്ളവരെ വേദനിപ്പിച്ചോ ലഭിക്കുന്ന പ്രശസ്തി ഒരു കുമിള പോലെയാണ്. അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അധ്വാനത്തിലൂടെയും നല്ല ആശയങ്ങളിലൂടെയും വളരുവാൻ ശ്രമിക്കുക, അല്ലാതെ മറ്റൊരാളുടെ ജീവിതത്തിൽ കരിവാരി തേച്ചല്ല വലിയവരാകേണ്ടത്. ഈ ക്രൂരമായ ലൈക്ക് വേട്ട ഇവിടെ അവസാനിപ്പിക്കണം. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കാത്ത ഒരു സാങ്കേതിക വിദ്യയും നമുക്ക് ആവശ്യമില്ല. ദീപകിന്റെ മരണം നമ്മുടെ കണ്ണു തുറപ്പിക്കട്ടെ. സോഷ്യൽ മീഡിയയുടെ അതിർവരമ്പുകൾ നാം സ്വയം നിശ്ചയിക്കേണ്ട കാലം അതിക്രമിച്ചു. മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കോ അന്തസ്സിലേക്കോ അനാവശ്യമായി കടന്നു കയറുന്നവരെ തിരസ്കരിക്കുവാനുള്ള ആർജവം നമ്മൾ കാണിച്ചേ മതിയാവൂ. ഇന്ന് ദീപകിന്റെ മാതാപിതാക്കൾ കൊടിയ ദുഃഖത്തിലാണ്. ഏകമകന്റെ നഷ്ടം. ഇത് ഒരിക്കലും നികത്തുവാൻ ഈ സോഷ്യൽ മീഡിയ വേട്ടപ്പട്ടികൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്വയം ശുദ്ധീകരിക്കുവാൻ തയ്യാറാവുക. എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തട്ടെ.